സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ചുവപ്പുവര കടക്കരുതെന്ന് സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ പുറത്തു നിന്നായാലും സ്വദേശികൾ സൗദി പ്രസ് നിയമം ലംഘിച്ച് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്തിയാൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സൗദി വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലെ പത്രസ്വാതന്ത്ര്യ ദുരുപയോഗം തടയുന്നതിനുള്ള കമ്മിറ്റി മേധാവി ജസ്റ്റിസ് അബ്ദുൽ അസീസ് അൽ മുഹന്ന പറഞ്ഞു. സ്വദേശികളായ പൗരന്മാർ വിദേശ മീഡിയകളിൽ സൗദി പ്രസ് നിയമത്തിന് വിരുദ്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താക്കളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന കുവൈത്തിന്റെ ആവശ്യം പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റായ ട്വിറ്റർ നിരസിച്ചു. കുവൈത്തിലെ ഉപഭോക്താക്കളിൽ ചിലരുടെ പേരും വിശദാംശങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് വാർത്താവിനിമയ മന്ത്രാലയം നൽകിയ അപേക്ഷയാണ് ട്വിറ്റർ മാനേജ്മെന്റ് നിരസിച്ചത്. സർക്കാർ നിലപാടുകളെ വിമർശിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മാധ്യമമാണ് ട്വിറ്റർ. ട്വിറ്ററിലൂടെ അമീറിനെ വിമർശിച്ചതിന്റെ പേരിൽ നിരവധി പേർ രാജ്യത്ത് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിൽ ഇന്റർനെറ്റ് വോയിസ് കോളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ടെലികോം അതോറിറ്റി മന്ത്രി ഷെയ്ഖ് ഫവാസ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇന്റർനെറ്റ് വോയിസ് കോൾ സംവിധാനങ്ങൾ പൂർണ്ണമായി നിരോധിക്കാൻ ഉദ്ദേശമില്ലെന്നും ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഖത്തറിൽ കെട്ടിടങ്ങൾക്ക് നൽകുന്ന നിറത്തെ സംബന്ധിച്ച പുതിയ നിയമം പ്രാബല്യത്തിൽ. ഖത്തർ മുനിസിപ്പാലിറ്റി ആൻഡ് അർബൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയത്. ഇനി മുതൽ ഖത്തറിലെ കെട്ടിടങ്ങൾക്കും ചുറ്റുമതിലിനും ഉടമസ്ഥരുടെ ഇഷ്ടാനുസാരം പെയിന്റ് അടിക്കുന്നത് ശിക്ഷാർഹമാകും. 1985 നിയമമനുസരിച്ച് മന്ത്രാലയം നിശ്ചയിച്ചിരുന്ന 4 നിറങ്ങളിൽ നിന്നും ഇഷ്ടമുള്ള നിറം ഉടമകൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ഈ നിയമമാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭ ഭേദഗതി ചെയ്തത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കെട്ടിടങ്ങൾക്ക് അതത് മുനിസിപ്പാലിറ്റികൾ തീരുമാനിക്കുന്ന നിറം തന്നെ നൽകേണ്ടി വരുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ നിറത്തെ സംബന്ധിച്ച പുതിയ നിയമത്തിൽ കെട്ടിടങ്ങളുടെ ഉൾഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. മീഡിയ 1 ഖത്തർ. കുവൈത്തിൽ ഓഫീസ് സമയം മാറ്റുന്നതിനെക്കുറിച്ച് ഗതാഗത വകുപ്പ് വിവിധ സർക്കാർ വകുപ്പുകളോട് അഭിപ്രായം ആരാഞ്ഞു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാണ് വിദ്യാലയങ്ങൾക്കൊപ്പം സർക്കാർ ഓഫീസുകളുടെയും പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്താൻ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. സർക്കാർ ഓഫീസുകളുടെ സമയം മാറ്റുന്നതിലൂടെ രാജ്യത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഗതാഗത മന്ത്രാലയം. കുറച്ചുകാലമായി പരിഗണനയിലുണ്ടായിരുന്ന ഇക്കാര്യം ഉടൻ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിവിൽ സർവീസ് കമ്മീഷൻ, വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തര മന്ത്രാലയം ചർച്ച ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയം 3 വർഷം മുമ്പ് തന്നെ മുന്നോട്ട് വെച്ച സമയമാറ്റ നിർദ്ദേശം മുൻവർഷങ്ങളിലായി ചില സർക്കാർ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിരുന്നു. ഈ അധ്യയന വർഷം മുതൽ സർക്കാർ വിദ്യാലയങ്ങളുടെ സമയത്തിലും ചില്ലറ മാറ്റങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളെയും സ്കൂളുകളെയും 2 വിഭാഗമാക്കി വ്യത്യസ്ത സമയങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. സമയമാറ്റം നടപ്പിലാകുന്നതോടെ രാവിലെയും വൈകിട്ടും രാജ്യത്തെ റോഡുകളിൽ അനുഭവപ്പെടുന്ന ഗതാഗത സ്തംഭനം ഏറെക്കുറെ ഒഴിവാക്കാനാകുമെന്നാണ് മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കുന്നതിന് സിവിൽ സർവീസ് കമ്മീഷൻ, വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവയിലെ വിദഗ്ധരടങ്ങിയ ജോയിന്റ് വർക്കിംഗ് കമ്മിറ്റിക്ക് ആഭ്യന്തര മന്ത്രാലയം രൂപം നൽകിയിട്ടുമുണ്ട്. മീഡിയ 1 കുവൈറ്റ്. ഫിലിപ്പീൻസിൽ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ കുവൈത്ത് വ്യവസായിയെ മോചിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനാൽ ഇദ്ദേഹം ഇപ്പോഴും ഫിലിപ്പീൻസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ നിന്ന് അഹമ്മദ് അൽ കന്ദരി എന്ന കുവൈത്ത് വ്യവസായിയെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി $50 ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി 2 ആഴ്ച മുമ്പായിരുന്നു കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. കുവൈത്തിൽ യോഗ്യതയില്ലാത്ത വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ വനിതാ ഉദ്യോഗസ്ഥർ പിടിയിലായി. 800 ദിനാർ വീതം കൈക്കൂലി വാങ്ങി 79 പേർക്ക് ലൈസൻസ് നൽകിയതായി അവർ കുറ്റസമ്മതം നടത്തി. ലൈസൻസ് വിതരണ സംവിധാനം പരിഷ്കരിക്കുന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ അധികൃതർ നിയോഗിച്ചു. ഗതാഗത വകുപ്പ് മേധാവി നേരിട്ട് നടത്തിയ പരിശോധനയിലാണ് ട്രാഫിക് സേവന കേന്ദ്രത്തിലെ 2 വനിതാ ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയ ഇവർ 79 വിദേശികൾക്ക് അനധികൃതമായി ലൈസൻസുകൾ നൽകിയതായി സമ്മതിച്ചിട്ടുണ്ട്. യോഗ്യതയില്ലാത്തവരിൽ നിന്ന് 800 ദിനാർ വീതം കൈക്കൂലി വാങ്ങിയാണ് വനിതാ ഉദ്യോഗസ്ഥർ ലൈസൻസ് തരപ്പെടുത്തി നൽകിയത്. ഫയലോ വിശദാംശങ്ങളോ ഇല്ലാത്ത ഡ്രൈവിംഗ് ലൈസൻസുകളെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്നും രഹസ്യ വിവരം ലഭിച്ച ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലി ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോഴാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഇന്ത്യ, ഫിലിപ്പീൻസ്, ലബനാൻ, സിറിയ എന്നീ രാജ്യക്കാരൊക്കെ ഇവരിൽ നിന്നും ലൈസൻസ് സംഘടിപ്പിച്ചവരിലുണ്ട് എന്നാണ് അറിയുന്നത്. വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിൽ ക്രമക്കേട് നടക്കുന്നതായി സമീപകാലത്ത് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. സർവകലാശാലാ ബിരുദവും 400 ദിനാർ മാസശമ്പളവും കുവൈത്തിൽ 2 വർഷം താമസവുമാണ് വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള മാനദണ്ഡം. എന്നാൽ ഈ യോഗ്യതയില്ലാത്ത 40,000 വിദേശികൾ ലൈസൻസ് സമ്പാദിച്ചതായി അടുത്തിടെ അബ്ദുൽ ഫത്താഹ് അലി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ക്രമക്കേടുകൾ വർദ്ധിക്കുന്നതിനാൽ ലൈസൻസ് വിതരണ സംവിധാനം തന്നെ പരിഷ്കരിക്കാൻ ട്രാഫിക് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ട്രാഫിക് വകുപ്പ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇൻഫർമേഷൻ സിസ്റ്റം വിഭാഗം എന്നിവിടങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ സമിതി പഠനം ആരംഭിച്ചു. മീഡിയ 1 കുവൈറ്റ്. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജീവ് അറോറ ഖത്തറിലെ ഔക്ക് ഓഫ് ഇസ്ലാമിക കാര്യമന്ത്രി ഡോക്ടർ മുബാറക് അൽ കുവാരിയെ സന്ദർശിച്ചു. ഇന്ത്യയും ഖത്തറും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധത്തിൽ ഇരുവരും സന്തുഷ്ടി രേഖപ്പെടുത്തി.
ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി സുനിൽ തപ്ലിയാൽ, IC പ്രസിഡന്റ് തരുൺ ബസു എന്നിവർ അംബാസഡറൊപ്പം ഉണ്ടായിരുന്നു. ലോകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന രാജ്യങ്ങളിൽ പ്രധാനമാണ് ഖത്തർ എന്ന മോശം പ്രതിച്ഛായ അൾട്രാ ലോ എനർജി വില്ലകളിലൂടെ പരിഹരിക്കാനാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. തികച്ചും പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട വില്ലകളാണ് അൾട്രാ ലോ എനർജി വില്ലകൾ. സാധാരണ വീടുകളിലെ വൈദ്യുതി ജല ഉപഭോഗത്തെ അപേക്ഷിച്ച് 50% വരെ കുറവ് വരുത്താൻ അൾട്രാ ലോ എനർജി വില്ലകൾക്ക് സാധിക്കും. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന രാജ്യമെന്ന ചീത്തപ്പേര് പുതിയ വില്ലകൾ വഴി ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിലെ ഗ്രൗണ്ട് സീറോയിലാണ് പുതിയ വില്ല പരീക്ഷണാർത്ഥം പണി കഴിപ്പിച്ചത്. ഖത്തറിന്റെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വില്ലകളാണിതെന്ന് പദ്ധതിയുടെ തലവനായ ഡോക്ടർ അലക്സ് അമാറ്റോ പറഞ്ഞു. Climate in Qatar is an extremely difficult one to deal with, not only because we have extreme temperatures here, but we also, for part of that hot season, have very high humidity as well. So basically, it's the super insulated. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാണ് വില്ലയുടെ മിക്ക വൈദ്യുതി ഉപകരണങ്ങളും. സൗരോർജ്ജ പാനലുകളും തണുപ്പ് പ്രദാനം ചെയ്യുന്ന പെയിന്റുമെല്ലാം വില്ലയുടെ ഉള്ളിലെ ചൂടിനെ കുറയ്ക്കുന്നു. എന്നാൽ അൾട്രാ ലോ എനർജി വില്ലകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ ഉയർന്ന വില പദ്ധതിയുടെ അധികൃതരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. فالباسيف هاوس اكسبيرمنت دي اعتقد ان هي جت من ضمن الحاجات اللي هي بتدخل في سياق رفع وعي الناس عن الفوائد اللي ممكن تعود عليهم من الجرين بيلدينج وازاي يقدروا يحققوها. മീഡിയ 1 ഖത്തർ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് കുവൈത്തിലെ KPTC ജീവനക്കാർ സമരത്തിലേക്ക്. കമ്പനി ഡയറക്ടർ ശത്രുതാപരമായി പെരുമാറുന്നതായും ജീവനക്കാർ പരാതിപ്പെടുന്നു. സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജീവനക്കാരുടെ യൂണിയൻ യോഗം ചേർന്നു. 10 വർഷത്തോളമായി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചില്ല എന്ന പരാതിക്കൊപ്പം കമ്പനി ഡയറക്ടർക്കെതിരെ ആരോപണങ്ങളും ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് KPTC ജീവനക്കാർ നീങ്ങുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുഗതാഗത സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് മറ്റു സർക്കാർ വകുപ്പുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ശമ്പളമാണ് നൽകുന്നതെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് തിരിയുമെന്നും ഇന്നലെ ചേർന്ന യൂണിയൻ യോഗം മുന്നറിയിപ്പ് നൽകി. 2 വർഷത്തിനിടെ 148 സ്വദേശി ജീവനക്കാരെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ പിരിച്ചുവിട്ടതിനു പിന്നിൽ കമ്പനി ഡയറക്ടറുടെ വ്യക്തി താൽപര്യങ്ങളാണെന്ന് യൂണിയൻ പ്രസിഡന്റ് മിഷേൽ അൽ ഇൻസി ആരോപിച്ചു. സ്വദേശികളും വിദേശികളുമായ നിരവധി ജീവനക്കാർ യോഗത്തിൽ സംബന്ധിച്ചു. KPTC ജീവനക്കാർ മുമ്പും സമരത്തിനിറങ്ങിയിരുന്നു. 2 വർഷം മുമ്പ് ബോണസ് നിഷേധത്തിലും ഡ്രൈവർമാരുടെ ശമ്പളം വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് പണിമുടക്കിയിരുന്നെങ്കിലും അധികൃതരുടെ കടുത്ത നിലപാട് കാരണം സമരം പരാജയപ്പെടുകയായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിത്യവും 650-ൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന KPTCയിൽ 100 കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ബസ് സർവീസിന് പുറമെ ഫൈലക്ക ദ്വീപിലേക്കുള്ള ജങ്കാർ സർവീസ്, ഉംറ തീർത്ഥാടനം, സർക്കാർ വിദ്യാലയങ്ങൾക്കായുള്ള കരാർ സേവനം തുടങ്ങിയവയും കമ്പനിയുടെ കീഴിൽ നടന്നുവരുന്നു. ഇന്നലെ ചേർന്ന യോഗത്തിൽ സമരത്തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും പണിമുടക്കുണ്ടാകുകയാണെങ്കിൽ നിത്യവും KPTC സർവീസിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ പ്രവാസികളാണ് ബുദ്ധിമുട്ടിലാവുക. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. സൗദി അറേബ്യയിൽ തൊഴിൽ രംഗത്ത് സ്വദേശികളെ കൂടുതൽ പ്രാപ്തരാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് തൊഴിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് പുതിയ സ്ട്രാറ്റജിക്ക് രൂപം നൽകുമെന്ന് സൗദി തൊഴിൽകാര്യമന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് പറഞ്ഞു. മദീനയിൽ 4ാമത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥരും വിവിധ രംഗത്തെ വിദഗ്ധരും സാധാരണ പൗരന്മാരും തമ്മിൽ ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുന്നതിന് പുതിയ വേദി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസവും തൊഴിൽ രംഗവും തമ്മിലുള്ള വിടവ് നികത്തുകയാണ് ഇത്തരം വേദിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഇതുവരെ തൊഴിൽ മന്ത്രാലയം സ്ത്രീകളടക്കം 4,11,000 പേർക്ക് തൊഴിൽ നൽകിയതായും അദ്ദേഹം പറഞ്ഞു. സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തുവരുന്നത്. പല തൊഴിലുകളും ഇതിനകം തന്നെ ദേശസാൽക്കരിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന തൊഴിലുകളിലും സ്വദേശികൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി ആദിൽ ഫക്കീഹ് സ്വകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വദേശിവൽക്കരണ രംഗത്ത് ദീർഘകാല പദ്ധതികളും ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ ആധുനികവൽക്കരണവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നടപ്പാക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ധാരാളം തൊഴിൽ സാധ്യതകളുള്ള സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള കാൽവെപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്ന് വേണം കരുതാൻ. മീഡിയ 1 ജിദ്ദ. പ്രവാസികളുടെ ബാഗേജ് പരിധിയുടെ കാര്യത്തിൽ എയർ ഇന്ത്യ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിറകോട്ട് പോകുന്നു. ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന 50ഓളം പേർക്ക് മാത്രമാണ് പ്രഖ്യാപിത ആനുകൂല്യം ലഭിക്കുന്നത്. യാത്രക്കാരുടെ ബാഗേജ് പരിധി 20 കിലോ ആയി നിജപ്പെടുത്തിയെന്നും കൂടുതലായി കൊണ്ടുപോകുന്നവർക്ക് 10 കിലോക്ക് 3 ദിനാർ എന്ന നിരക്കിൽ ചാർജ് ഈടാക്കുമെന്നുമായിരുന്നു എയർ ഇന്ത്യയുടെ മുൻ പ്രഖ്യാപനം. ഇങ്ങനെയൊരു ക്രമീകരണം കഴിഞ്ഞ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു.
ഇതറിഞ്ഞ് 3 ദിനാർ ചാർജ് നൽകിയിട്ടാണെങ്കിലും 30 കിലോ കൊണ്ടുപോകാമെന്ന് കരുതിയ പ്രവാസി യാത്രക്കാരെയാണ് ഇപ്പോൾ എയർ ഇന്ത്യ വീണ്ടും നിലപാടിൽ വെള്ളം ചേർത്ത് തിരിഞ്ഞുകുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹ്റൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത നിരവധി യാത്രക്കാർക്ക് 30 കിലോ ലഗേജിന്റെ ഈ പ്രഖ്യാപിത ആനുകൂല്യം ലഭിച്ചില്ല. 20 കിലോയിൽ അധികം ബാഗേജുള്ള യാത്രക്കാരോട് അധികമുള്ള ഓരോ കിലോക്കും മുഴുവൻ നിരക്കും നൽകാനായിരുന്നു എയർ ഇന്ത്യയുടെ നിർദ്ദേശം. ആദ്യം ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് പരിമിതരായ യാത്രക്കാർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ എന്നതാണ് വസ്തുത. എന്നാൽ പ്രവാസികളുടെ കടുത്ത പ്രതിഷേധം ഒഴിവാക്കാനായി ഇക്കാര്യം എയർ ഇന്ത്യ അധികൃതർ മറച്ചുവെക്കുകയായിരുന്നുവോ എന്ന സംശയമാണ് ഉയരുന്നത്. മറ്റു വിമാന കമ്പനികൾ 47 കിലോ വരെ ബാഗേജ് കൊണ്ടുപോകാൻ അനുവദിക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ ഈ സമീപനം. എയർ ഇന്ത്യയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുകയും കൂടുതൽ ബാഗേജ് കൊണ്ടുപോകാൻ അവസരം ലഭിക്കുകയും ചെയ്യുമ്പോൾ യാത്രക്കാർ സ്വാഭാവികമായും എയർ ഇന്ത്യയെ കൈയൊഴിയേണ്ടി വരും. ഈ അവസ്ഥ സൃഷ്ടിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യമാണ് പ്രവാസ ലോകത്ത് നിന്നുയരുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പുതിയ അധ്യയന വർഷത്തിൽ 8 സ്കൂളുകളും 8 കിൻഡർ ഗാർട്ടനുകളുമാണ് ഖത്തറിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ സ്കൂളുകളും ഈ മാസം 10 തന്നെ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സമിതി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് സ്കൂളുകൾ തുറക്കുന്നതിനെ സംബന്ധിച്ച അന്തിമ തീയതി ഉന്നത വിദ്യാഭ്യാസ സമിതി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് എല്ലാവർക്കും പഠന സൗകര്യം ഉറപ്പുവരുത്താൻ പുതിയ സ്കൂളുകൾക്ക് അനുമതി നൽകിയത് രക്ഷകർത്താക്കൾക്ക് വളരെയധികം ആശ്വാസകരമായിട്ടുണ്ട്. പുതുതായി 8 സ്കൂളുകളും 8 കിൻഡർ ഗാർഡനുകളുമാണ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് പ്രാദേശിക പത്രമായ അഷർക്ക് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ സമിതി പുറത്തുവിട്ട ആകെ സ്കൂളുകളുടെ എണ്ണം 349 ആണ്. സ്വകാര്യ സ്കൂളുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി 17 കമ്പനികളെ ഇതിനകം തന്നെ അധികാരികൾ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. സ്കൂളുകളിലെ ക്യാന്റീനുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ സമിതിയിലെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം സദാ ഉറപ്പാക്കുമെന്നും SEC വ്യക്തമാക്കി. ഹുസ്ന റമീസ്, മീഡിയ 1, ഖത്തർ. ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മികച്ച ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്രമായി കേരളത്തെ പരിചയപ്പെടുത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. നിലവിൽ ആയുർവേദ ചികിത്സ ലഭിക്കുന്ന കേന്ദ്രമായാണ് അറബികൾ കേരളത്തെ കണക്കാക്കുന്നതെന്നും അദ്ദേഹം മസ്കത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചികിത്സയ്ക്കായി കേരളത്തെ ആശ്രയിച്ചിരുന്ന ഒമാൻ സ്വദേശികൾ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു എന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായി ശരിയല്ലെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. കേരളത്തിൽ മികച്ച ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും അറബികൾക്ക് ഇപ്പോഴും കേരളം ആയുർവേദ ചികിത്സയ്ക്കുള്ള കേന്ദ്രമാണ്. ശസ്ത്രക്രിയയ്ക്കും മറ്റും അവർ തമിഴ്നാട്ടിലെ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. കേരളം പാരമ്പര്യ ചികിത്സാ കേന്ദ്രം മാത്രമാണെന്ന ധാരണ തിരുത്താൻ ഗൾഫിൽ പ്രചാരണ പരിപാടികൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. Treatments which are available anywhere in the world at the highest level will be available. So Kerala is now being showcased as a destination for modern medical treatment by the government along with the hospitals, which I think will have significant impact in the Gulf countries. ഒമാനിലെ അമിറാത്തിൽ ആസ്റ്റർ ഗ്രൂപ്പിന് കീഴിൽ ആരംഭിച്ച അൽ റഫ മെഡിക്കൽ സെന്റർ അമിറാത്ത് ഗവർണർ സെയ്ഫ് അൽ മാവലി ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പിന്റെ മറ്റൊരു മെഡിക്കൽ സെന്റർ താമസിയാതെ സീബിൽ പ്രവർത്തനം ആരംഭിക്കും. COO സീനിയ ബിജു, ഗ്രൂപ്പ് ഡയറക്ടർ വിൽസൺ, അലിഷ മൂപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, മസ്കത്ത്.